ഹലോ, ഹമീൻസ് കുക്കിംഗ് വേൾഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു സ്പെഷ്യൽ കുക്കീസിന്റെ റെസിപ്പിയുമായിട്ടാണ്. സ്ട്രോബെറി ജാം കുക്കീസ്. ഇത് ബേക്കറിയിൽ നിന്നൊക്കെ വാങ്ങിക്കാനായിട്ട് കിട്ടുട്ടോ. അപ്പൊ അതുപോലെ തന്നെ അതേ രുചിയിൽ നമുക്കിത് ഓവൻ ഒന്നുമില്ലാതെ വീട്ടിൽ എങ്ങനെ തയ്യാറാക്കി എടുക്കാമെന്നാണ് ഞാൻ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലുള്ള കുറച്ച് വസ്തുക്കളും മതിട്ടോ ഇത് തയ്യാറാക്കി എടുക്കാൻ. അപ്പോ വീഡിയോ എല്ലാവരും കണ്ടു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കാണുന്ന റെഡ് കളറിലുള്ള സബ്സ്ക്രൈബ് എഴുതിയ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ ഒരു ബെല്ലൈക്കൺ വരും, അതും കൂടെ പ്രസ് ചെയ്യുക. അപ്പതേ ഇങ്ങനെ കാണാം. അതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷനും കൂടെ ഒന്ന് പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ ചാനലിലെ പുതിയ അപ്ഡേഷനുകളൊക്കെ നിങ്ങൾക്ക് ഉടനെ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോ നോക്കാം. കുക്കീസ് ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് 1.5 കപ്പ് മൈദപ്പൊടിയാണ് കേട്ടോ. 1 കപ്പ് 250 ഗ്രാം ആണ്. പിന്നെ ഇതിലേക്ക് 1/2 കപ്പ് പൊടിച്ച പഞ്ചസാരയും ഒരു പിഞ്ച് ബേക്കിംഗ് സോഡയും ഒരു പിഞ്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് ഞാനിപ്പോൾ ചേർക്കാൻ പോണത് 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ ആണ് കേട്ടോ. ഈ സൺഫ്ലവർ ഓയിൽ ചേർത്തിട്ട് നമുക്ക് ഈ മാവ് നല്ല പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ഒരു കാര്യം ശ്രദ്ധിക്കത്, കുഴച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം ഉപയോഗിക്കാതെ വെറും എണ്ണ ഉപയോഗിച്ചിട്ട് മാത്രം വേണം കേട്ടോ ഈ മാവ് കുഴച്ചെടുക്കാൻ. ഇപ്പൊ മാവ് ഞാൻ നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് ബേക്ക് ചെയ്യാനുള്ള ട്രേ റെഡിയാക്കാം. ഈ ട്രേയുടെ അടിയിൽ നല്ല പോലെ എണ്ണ ഒന്ന് ഗ്രീസ് ചെയ്ത് കൊടുക്കണം കേട്ടോ. ഇപ്പൊ ബേക്കിംഗ് ട്രേ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മാവ് എടുത്തിട്ട് ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് ഉരുട്ടി കൊടുക്കുക. എന്നിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് നടുവിൽ ചെറിയൊരു ഹോൾ ആക്കി ഇട്ട് കൊടുക്കുക. ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഇപ്പോ ഒന്ന് റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ ഇതിനെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റി കൊടുക്കുകയാണ്. ഇതുപോലെ എല്ലാ മാവിനെയും നമുക്ക് തയ്യാറാക്കി എടുക്കാം. ഇത് ബേക്കിംഗ് ട്രേയിലേക്ക് വെച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു കാര്യം ശ്രദ്ധിക്കുക, ഓരോ കുക്കീസും പരസ്പരം വിട്ട് വിട്ട് വേണം കേട്ടോ വെക്കാൻ. അല്ലെങ്കിൽ ബേക്കായി വരുമ്പോൾ പരസ്പരം അത് ഒട്ടിപ്പിടിച്ച് നിൽക്കും. ഇപ്പോൾ ഞാൻ കുക്കീസിനെ ബേക്കിംഗ് ട്രേയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി നമ്മൾ ആ പ്രസ് ചെയ്ത് വെച്ച ഭാഗത്ത് ഞാൻ സ്ട്രോബെറി ജാം കുറച്ച് ആക്കി കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ കുക്കീസ് ബേക്ക് ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ബേക്ക് ചെയ്യാനായിട്ട് ഒരു പാൻ എടുത്ത് അതിൻ്റെ അകത്തൊരു തട്ടും വെച്ചു കൊടുത്ത് അതിൻ്റെ മുകളിലാണ് കേട്ടോ ഈ ബേക്കിംഗ് ട്രേ വെച്ചു കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇത് അടച്ചു വെച്ചിട്ട് നമുക്കൊരു 30 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ബേക്ക് ചെയ്യണം. പിന്നെ നിങ്ങൾ എടുക്കുന്ന പാനിൻ്റെ മൂടിമേൽ ഇതുപോലെ ഹോൾ ഉണ്ടെങ്കിൽ അതൊന്ന് അടച്ചു കൊടുക്കുകയും വേണം കേട്ടോ. ഇപ്പൊ 30 മിനിറ്റ് കഴിഞ്ഞ് കുക്കീസ് നല്ല പോലെ ബേക്കായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചൂട് പോവാനായിട്ട് മാറ്റി വെക്കുക. കംപ്ലീറ്റ് ആയിട്ട് ചൂട് പോയി കഴിഞ്ഞാൽ കുക്കീസ് നല്ല പോലെ സെറ്റ് ആയിട്ട് വരുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പൊ ഞാനൊരു 1/2 മണിക്കൂർ ഇതിനെ ചൂട് പോവാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. കണ്ടോ, അപ്പോഴേക്കും നമ്മുടെ കുക്കീസ് നല്ല പോലെ സെറ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ പുറത്തുനിന്ന് ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതുപോലെ തന്നെ അതേ രുചിയിലാണ് കേട്ടോ കുക്കീസ് തയ്യാറായി കിട്ടിയിട്ടുള്ളത്. നല്ല ടേസ്റ്റ് ആണ്. വളരെ എളുപ്പത്തിൽ ആർക്കും ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ഇത്രയും അളവ് വെച്ചിട്ട് ഞാൻ ഒരു 14 കുക്കീസ് ആണ് കേട്ടോ തയ്യാറാക്കി എടുത്തിട്ടുള്ളത്. അപ്പൊ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക കേട്ടോ. പിന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാട്ടോ. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം പോരാ, കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിനു ശേഷം ഇതുപോലെ ഒരു ബെല്ലൈക്കൺ വരും, അതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇതാ ഇങ്ങനെ കാണാം. ഇതിൽ മുകളിൽ കാണുന്ന ഓൾ എന്ന ഓപ്ഷൻ കൂടെ മറക്കാതെ പ്രസ് ചെയ്ത് വെക്കണം കേട്ടോ. എന്നാലേ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് നോട്ടിഫിക്കേഷൻ വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് വീണ്ടും പുതിയ ഒരു വീഡിയോയുമായിട്ട് കാണാം.